ഹായ് ഓൾ എവരിബഡി, വെൽക്കം ടു മൈ ചാനൽ ഫിറ്റ്നസ് ലെവൽ സുമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് എന്ന് പറയാനായിട്ട്, ഞാൻ കഴിഞ്ഞ ദിവസം ജിഷിൻ എന്ന് പറയുന്ന ഒരു സീരിയൽ ആക്ടറിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടായിരുന്നു. അപ്പോൾ ജിഷിൻ വരദ ദമ്പതിമാർ, നിങ്ങളിൽ പലർക്കും അറിയാൻ പറ്റും, ഞാൻ ജിഷിൻ്റെ കന്യാദാനം പിന്നെ മണിമുത്ത് എന്ന് പറയുന്ന 2 സീരിയൽസ് സ്ഥിരം കാണാറില്ല. എനിക്ക് ചിലപ്പോൾ ടൈം കിട്ടാറില്ല, ചില എപ്പിസോഡ്സൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റാണ് ജിഷിൻ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ ആ ജിഷിൻ്റെ ഒരു ലേറ്റസ്റ്റ് വന്ന ഇൻ്റർവ്യൂ ഞാൻ കണ്ടത്. അപ്പോൾ അതിൻ്റെ അകത്ത് ചില 1-2 കാര്യങ്ങൾ ഇങ്ങനെ എനിക്കതിൽ സ്ട്രൈക്ക് ചെയ്തു. അപ്പോൾ പിന്നെ അതുകൂടാണ്ട് എൻ്റെ ജീവിതവുമായിട്ട് റിലേറ്റ് ചെയ്ത ചില കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലേക്ക് വന്നു. അപ്പോൾ ഞാൻ അതൊന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം, ആദ്യം ജസ്റ്റ് ഇതൊന്ന് കേൾക്കാം. മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ട ആവശ്യമില്ലെങ്കിലും ഒരുവിധപ്പെട്ട എല്ലാവർക്കൊക്കെ അറിയാം എന്തൊക്കെയാണ് തപ്പ് മാറി താമസിക്കുകയാണ്, സെപ്പറേറ്റഡ് ആണെന്നുള്ള എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. ഞാൻ കൂടി വെക്കേണ്ട കാര്യമോ അങ്ങനത്തെ കാര്യമൊന്നുമില്ല. അല്ലാതെ നമ്മൾ സെപ്പറേറ്റ് ആണ്. ഓക്കെ, വി ആർ സെപ്പറേറ്റഡ് ആൻഡ് വി ആർ ഡിവോഴ്സ്ഡ്. ഓക്കെ, എല്ലാവരും ക്ലാരിഫിക്കേഷൻ വീക്കിൽ ഇപ്പോഴും കോൺടാക്ട് ചെയ്യാറുണ്ടോ, അതോ മെസ്സേജ് അയക്കാറുണ്ടോ? ഇപ്പൊ അത് ചിലരങ്ങനെ ചെയ്യാറുണ്ടോ? അവിടെ ചോദിച്ചതാണ്. എങ്കിലും ഒരു ഫ്രണ്ട്സ് എന്ന രീതിയിൽ കോൺടാക്ട് വെക്കാറുണ്ടോ? നിങ്ങൾ സ്നേഹിച്ച് കിട്ടിയതാണ്, അങ്ങനെ എന്തെങ്കിലും കോൺടാക്ട് വെക്കാറുണ്ടോ? ഇപ്പോഴും എന്തെങ്കിലും കുട്ടിയുടെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ സംശയിച്ച് പോയതാണ് എന്തെങ്കിലുമൊക്കെ ചോദിക്കണ്ട ചേട്ടാ. അതെ, ചോദിക്കുന്നത് എന്തിനാണ് എനിക്കറിയാം. അവസാനം ക്യാപ്ഷൻ ചെയ്ത് തരാൻ മതിയല്ലേ. നീച്ചിനും പരതിയും വേർപിരിഞ്ഞു. പിന്നെ ഒന്നാമത് ആ ഒരു പോർഷൻ ഞാൻ സംസാരിക്കാൻ ശരിയാണ്, അത് വേണ്ട. അതിന്റെ വേറെ കാര്യം ചോദിക്കട്ടെ, നിങ്ങളെന്നാ ഐശ്വര്യ കല്യാണം കഴിച്ചു? ശരിക്കും ഒരു ഇൻ്റർവ്യൂ എടുത്തു, ഒരു ആർട്ടിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ആയിക്കോട്ടെ ഇൻ്റർവ്യൂ എടുത്തു. പക്ഷെ അത് ചോദ്യങ്ങൾ ചോദിക്കാം, പക്ഷെ ഒരാളുടെ പേഴ്സണൽ കാര്യങ്ങൾ ഇങ്ങനെ കുത്തി ചോദിക്കുന്നത് എന്തിനാണ്? ശരിക്കും ആ ജിഷി എന്ന് പറഞ്ഞാൽ ആ ഒരു ആക്ടറിൻ്റെ മുഖഭാവം തന്നെ മാറി. ഒത്തിരി പേര് കാണുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. പേഴ്സണലായിട്ട് ചോദിക്കുന്നതും ഇവർ രണ്ടുപേരും മാത്രം കാണുന്ന ഒരു ഇതുമല്ല ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. ഒത്തിരി പേര് കാണുന്ന ഒരു കാര്യമാണ്. ശരിക്കും ആ കുത്തി ഒരാളുടെ പേഴ്സണൽ കാര്യം, സെലിബ്രിറ്റി ആയിക്കോട്ടെ ഏതൊരു വ്യക്തി ആയിക്കോട്ടെ, അയാൾക്ക് മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം കുത്തി ചോദിക്കുന്നത് അത്ര ശരിയായ ഒരു കാര്യമൊന്നുമല്ല. അത് റോങ് ആണ്. നിങ്ങളെയാണ് അങ്ങനെ ഈ ചോദിക്കുന്ന കുത്തി പറയുന്ന ആൾക്കാരെയാണ് എല്ലാവർക്കും ഉണ്ട് അവരുടേതായിട്ടുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു വീക്ക് പോയിന്റ് ഉണ്ടാവും. അതിലെങ്കിൽ തന്നെ ഇങ്ങനെ ചൊരന്ന് കുത്തി ചോദിക്കുവാണെങ്കിൽ ഈ ചോദിക്കുന്നവരെ തന്നെ അവരുടെ നെഗറ്റീവ് പോയിന്റ് ഇങ്ങനെ ചൊരന്ന് ചോദിച്ചാൽ എന്തായിരിക്കും നിങ്ങളുടെ ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത്? അപ്പം ഞാൻ പറയുന്നത്, ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ, ഒരു ഇൻ്റർവ്യൂവിലാണെങ്കിലും കൊള്ളാം, ഒരു സാധാരണക്കാരനാണെങ്കിലും കൊള്ളാം, ഒരു സെലിബ്രിറ്റി ആണെങ്കിലും കൊള്ളാം, നമ്മൾ സംസാരിക്കുമ്പോൾ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ചില നെഗറ്റീവ് വീക്ക് പോയിന്റ്സ് ഉണ്ടാവും. ജസ്റ്റ് ഓക്കെ അതിനെക്കുറിച്ചൊന്ന് സംസാരിച്ചു, പക്ഷേ ഇങ്ങനെ കുത്തി ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്വഭാവം അത് നല്ലതിനല്ല. പിന്നെ എനിക്ക് ഇതുപോലൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് എൻ്റെ കൂടെ പഠിച്ചൊരു കൊളീഗ്, എനിക്കൊരു 25-26 ഇയേഴ്സ് ഓൾഡ് എനിക്കുള്ളപ്പോൾ. അപ്പോൾ ആ പുള്ളിക്കാരനും ആ ഒരു ഏജ് ഉണ്ടാവും. ഞങ്ങളൊരു ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടി. അപ്പോൾ പുള്ളിക്കാരന് ജോബൊന്നുമില്ല. ടൈമിൽ 26 ഇയേഴ്സ് ഓൾഡായ ഒരു യുവാവാണ്, ജോബില്ല. അപ്പോൾ ഞങ്ങൾ പരസ്പരം സംസാരിച്ചു. ഫോൺ നമ്പർ എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ ഫോൺ നമ്പർ ഞാൻ എല്ലാവർക്കും ഒന്നും കൊടുക്കാറില്ല, എന്നാലും എൻ്റെ ഒരു കൊളീഗ് ആയതുകൊണ്ട് ഞാൻ കൊടുത്തു. എൻ്റെ പേഴ്സണൽ നമ്പർ വേറെ ആർക്കും കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ നമ്പർ കൊടുത്തത്. അങ്ങനെ അതിനുശേഷം പുള്ളി ഇങ്ങനെ വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ജോലിയൊന്നുമില്ല, ഏതെങ്കിലും തരത്തിൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു മാർക്കറ്റിംഗ് ഈ പുള്ളിക്കാരന് പറ്റില്ല, അപ്പോൾ മാർക്കറ്റിങ്ങിൽ നിന്നിട്ട് പറ്റാഞ്ഞിട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞു. അതായത് ഇപ്പോൾ പ്രൈവറ്റ് ഫേമിലൊക്കെ മാർക്കറ്റിംഗ് ആണ്, മിക്ക ബിസിനസ് തന്നെയാണ് അവിടെ, അല്ലെങ്കിൽ പിന്നെ ഗവൺമെൻറ് ജോബിലേക്ക് കയറണം. അപ്പോൾ മാർക്കറ്റിംഗ് പുള്ളിക്ക് പറ്റില്ല. അപ്പം ഞാനിപ്പോൾ എനിക്കന്ന് ജോബ് ഉണ്ടായിരുന്നു, ഞാനിന്ന് ഫ്രണ്ട് ഓഫീസ് വിത്ത് അഡ്മിനായിട്ട് ഒരു ഓഫീസിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പം ഞാൻ ഇനി ടെലികോളിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അഡ്മിൻ ജോബോ അങ്ങനെയൊക്കെ എന്നെക്കൊണ്ട് പറ്റും, ഏതെങ്കിലും കൺസൾട്ടൻസി വഴിയോ അല്ലെങ്കിൽ ആരുടെങ്കിലൊക്കെ പറഞ്ഞൊരു ജോബ് ശരിയാക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ അതൊന്നും പുള്ളിക്കാരന് പറ്റൂല. അതൊക്കെ ലേഡീസിനാവുമ്പോൾ അതൊക്കെ മതി, ജെൻസിന് അത് പറ്റൂല, അങ്ങനത്തെ ഒരു ജോബ് പറ്റൂല. ഞാൻ പറയുന്നത്, നമ്മൾ വൈറ്റ് കോളർ ജോബും അല്ലെങ്കിൽ ഒരു IAS ജോബൊക്കെ നമ്മുടെ അംബീഷനാണ്, നമ്മൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കാം. പക്ഷെ ശ്രമിക്കുന്ന സമയത്ത് നമുക്ക് വീട്ടിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കിട്ടുന്ന ജോലി എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യുക എന്നുള്ളതാണ്, ചെറുതെങ്കിൽ ചെറുത്. അല്ലെങ്കിൽ ഇന്ന ജോലി എനിക്ക് പറ്റില്ല, അത് പെണ്ണുങ്ങൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ള ജോലിയാണ്, കുടുംബത്തെ പ്രാരാബ്ദമുള്ളൊരു വ്യക്തിയാണ്.
അപ്പം ഞാൻ പറയുന്നത് നമുക്ക് പറ്റുന്ന ജോലി, ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ജോബ് കൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ പറ്റുന്ന ജോലി നമ്മൾ ചെയ്യുക. എന്നിട്ട് നമുക്ക് ആഗ്രഹിക്കുന്ന ആ ഒരു ജോബിലേക്ക് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. കിട്ടുമ്പോൾ അത് പോകാമല്ലോ. അങ്ങനെ എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ പുള്ളിനെ കുറേ ഹെൽപ്പ് ചെയ്യാൻ നോക്കി. ഒരു ജോബ് കൺസൾട്ടൻസിയുടെ നമ്പർ കൊടുത്തു, അവിടെ ചെന്നു. എന്നിട്ടും ജോബൊന്നുമില്ല. കുറേ ദിവസം ജോലിയൊന്നും ഇല്ലാണ്ട് തന്നെ ഇങ്ങനെ നിൽക്കണേണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നമ്മുടെ ഒരു സുഹൃത്താണല്ലോ, അപ്പോൾ ജോബ് എവിടെയെങ്കിലും കിട്ടിയോ, അപ്പോൾ അതറിയാനായിട്ട് ഇടക്കിടക്ക് ഫോൺ ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കും എവിടെയെങ്കിലും കയറിയോ. ഫസ്റ്റ് ഞാൻ ചോദിക്കുന്ന ചോദ്യം അതായിരിക്കും, എവിടെയെങ്കിലും കയറിയോ? ഇല്ല. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ കിടക്കും. പിന്നെ ഞാൻ വിളിച്ചിട്ട് പുള്ളി ഫോൺ എടുക്കാണ്ടായി. അപ്പം ഞാൻ വിചാരിച്ചു എന്ത് പറ്റി. അതിന് മുമ്പ് ഞങ്ങൾ തമ്മിൽ വാക്ക് തീർക്കുമ്പോൾ വഴക്കൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ വിളിച്ചിട്ട് എന്താണ് പുള്ളി ഫോൺ എടുക്കാത്തത്? 2-3 തവണ വിളിച്ച് ഫോൺ എടുത്തില്ല. ഞാൻ പിന്നെ അത് വിട്ടു. പിന്നെ ഞാൻ നേരിട്ട് പുള്ളിയെ കണ്ടു. ഒരു പ്രാവശ്യം അവിചാരിതമായിട്ട് ഇതുപോലെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു എന്തുകൊണ്ടിട്ടാണ് ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാതിരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു അതെനിക്ക് ഇപ്പോഴും ജോലിയൊന്നും ആയിട്ടില്ല. സുമി എപ്പോഴും ഫസ്റ്റ് എന്നെ ചോദിക്കുന്നത് എവിടെയെങ്കിലും കയറിയോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എനിക്കത് പറയാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ സുമി മാത്രമല്ല, കുറച്ച് ഫ്രണ്ട്സ് എന്നെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഫോൺ എടുക്കാറില്ല ഈ ഒരു കാര്യം കൊണ്ടിട്ട്. എൻ്റെ അടുത്ത് ഫസ്റ്റ് ചോദിക്കുന്നത് എവിടെയെങ്കിലും കയറിയോ എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു നാണക്കേട് വെച്ചിട്ടാണ് ഞാനങ്ങനെ ഫോൺ എടുക്കാത്തതെന്ന് പറഞ്ഞു. അപ്പം ഞാനപ്പോൾ തന്നെ പറഞ്ഞു എൻ്റെ അടുത്ത് അങ്ങനെ ഒരു നാണക്കേടെന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. എന്നാൽ കഴിയുന്നത് ഒരു ഹെൽപ്പേ ഞാൻ ചെയ്യുള്ളൂ. പിന്നെ ഞാനിത് ആരോടും പറഞ്ഞുകൊണ്ട് നടക്കാനും ഒന്നിനും പോകുന്നില്ല. എൻ്റെ ഒരു സുഹൃത്തെന്നുള്ള രീതിയിൽ എവിടെയെങ്കിലും കയറിയോ എന്ന് ജസ്റ്റ് ഒന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ കൊണ്ട് മാത്രമാണ് ഞാൻ ചോദിച്ചത്. എൻ്റെ വേറൊരു ഉദ്ദേശത്തിലല്ല ഞാൻ ചോദിച്ചത്. അപ്പം ഞാൻ അതിൽ നിന്നൊരു പാഠം പിടിച്ചു. ഒരാളുടെ ഒരു വീക്ക് പോയിന്റ് ഉണ്ടെങ്കിൽ നമ്മൾ അത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കേണ്ട. പക്ഷെ ഞാനത് മനഃപൂർവ്വം ഞാൻ ചൊറിയാനായിട്ട് ചോദിച്ചതല്ല. പക്ഷേ ഞാനത് അറിയാണ്ട് ചോദിച്ചതാണ്. പക്ഷെ അത് എൻ്റെ ഭാഗത്തുള്ള ഫോൾട്ടായിട്ട് തന്നെയാണ് ഞാൻ അംഗീകരിക്കുന്നത്. ജോബ് കിട്ടിയെങ്കിൽ പുള്ളി ഇങ്ങോട്ട് പറഞ്ഞോളൂ. എപ്പോഴും വിളിക്കുമ്പോൾ ഞാനത് ചോദിക്കുന്നത് എന്തിനാണ്? അപ്പോൾ എനിക്ക് ശരിക്കും ആ ഒരു ഇൻസിഡൻ്റ് ആണ് ഓർമ്മ വന്നത്. ഇപ്പോൾ ഈ ഒരു പുള്ളിക്കാരൻ ഇങ്ങനെ അറിയാനായിട്ട് ഇങ്ങനെ കുത്തിയാണ് ചോദിച്ചത്. ചിലപ്പോൾ ഉള്ളിലൊന്നും വെച്ചിട്ടാവണമെന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരാളുടെ ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യം ഇങ്ങനെ കുത്തി ചോദിക്കണമെന്നില്ല. അത് ഞാനാണെങ്കിൽ ആരാണെങ്കിലും. അപ്പോൾ ആ ഒരു ഇൻസിഡൻ്റാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. അപ്പം ഞാൻ അതിന് ശേഷം പിന്നെ ഞാൻ പറഞ്ഞു എന്നെ ഫോൺ വിളിച്ചോ, ജോബ് എന്തെങ്കിലും കിട്ടുമ്പോൾ പറഞ്ഞാൽ മതി, എന്നാൽ കഴിയുന്നത് ഞാനും നോക്കാം. ഞാൻ ചോദിക്കുന്നില്ല ഈ ഒരു കാര്യം. അതിനുശേഷം ഞാൻ ചോദിക്കാറില്ലല്ലോ. ജോബ് പുള്ളിക്കാരന് കുറച്ച് ആൾ കഴിഞ്ഞപ്പോൾ കിട്ടി. ഒരു സ്ഥലത്ത് ജോലിക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അതെൻ്റെ അടുത്ത് പറയുകയും ചെയ്തു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ജോബ് കിട്ടിയത്. നമുക്ക് ഈ ഒരു പോർഷനും കൂടി ഒന്ന് കേട്ടോ. സോഷ്യൽ മീഡിയയിൽ ചേർന്നത് ഈ ഐശ്വര്യമായിട്ടുള്ള കല്യാണം കഴിഞ്ഞ് പറഞ്ഞപ്പോൾ കുറേ മെസ്സേജ് വന്നു. ജിഷ് ഭാരതി ഒഴിഞ്ഞു, എന്തായാലും ജിഷ് രക്ഷപ്പെട്ടു, ജിഷ് അതാണ് ചെയ്യുന്നത്, ഐശ്വര്യമാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജുകളൊക്കെ വരാറുണ്ട്. അപ്പൊ ഈ അതിന്റെ മെസ്സേജ് ഏതെങ്കിലും മെസ്സേജിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ടോ? കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? സീരിയലാണ്, അഭിനയമാണെന്ന് പറഞ്ഞു തന്നെ. അത് ഈ കിട്ടവർക്ക് പറയാം സീരിയലാണ്, അഭിനയമാണ്, അവർക്ക് വർക്ക് ചെയ്യാൻ എല്ലാവർക്കും പറയാം. കിട്ടിയല്ലോ ഒരാളെ, അത് നമ്മളത് പോയി കൊടുത്താൻ വേണ്ടിയാണ്. കൊടുത്താതെ ഇഗ്നോർ ചെയ്യാം. പറയുന്നവര് പറഞ്ഞു അത്രേ. അത് എന്തൊക്കെ പറയുന്നത്, എന്തൊക്കെ പറയാനാണോ പ്രയാസം? അത് എല്ലാവർക്കും പറയാൻ എന്ത് എളുപ്പമാണ്. ബാക്കി അനുഭവിക്കുന്നത് ബാക്കിയുള്ള ഞാൻ കാണാറുണ്ട് ചില റീൽസും ഇതൊക്കെ വരുമ്പോഴേ. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. അതായത് മറ്റുള്ളവരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവരുടെ ആ ഒരു വീക്ക് പോയിന്റ് പറഞ്ഞ് അല്ലെങ്കിൽ അവരെ ഒരു മോശക്കാരാക്കി താഴെ ഒരു കമൻറ്റ് ഇടുമ്പോൾ കിട്ടുമ്പോൾ ഒരു സുഖം. മനോവൈകല്യമാണ്. ഞാൻ ഇങ്ങനെ ചെയ്യുന്നവരോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് എന്ത് സുഖം കിട്ടാനായിട്ടാണ്? ഇങ്ങനെ കിട്ടുന്ന സുഖം ഒരുതരം മനോവൈകല്യമാണ്. ഇത് കണ്ടിന്യൂ ചെയ്ത് പോകരുത്. സ്വയം നിയന്ത്രിക്കുക അല്ലെങ്കിൽ ചികിത്സിക്കുക. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അച്ചീവ്മെൻറ്റ്സിലാണ് സന്തോഷം കണ്ടെത്തേണ്ടത്. മറ്റുള്ളവരെ മാനസികമായിട്ട് ശാരീരികമായിട്ട് ഉപദ്രവം ചെയ്തിട്ടല്ല. കാര്യങ്ങളൊക്കെ അറിയാം, എന്നാലും കമൻറ്റ് ഇടുമ്പോൾ ഒരു സുഖം. ശരിക്കും ഞാനപ്പോൾ എൻ്റെ ആ ഒരു കൊളീഗിനോട് ചോദിച്ചത് ഞാൻ ആ ഒരു സുഖത്തിന് വേണ്ടിയിട്ടല്ല, എനിക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ടിട്ടാണ്. അങ്ങനെ അറിയാൻ വയ്യാണ്ട് ചോദിക്കണമെങ്കിൽ ചോദിക്കാം. എങ്കിൽ പോലും ഞാൻ അതിൽ നിന്നൊരു പാഠമാണ് പഠിച്ചത്. ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം ചോദിക്കരുത്. ഞാൻ പിന്നീട് അതിന് ശേഷം ആരോട് സംസാരിക്കുമ്പോഴും ഞാൻ സൂക്ഷിച്ചേ സംസാരിക്കാറുള്ളൂ. പിന്നെ എൻ്റെ റിലേഷനിൽപ്പെട്ട 1-2 ആൻറ്റിമാർ ഈ പറഞ്ഞ ഒരു ഫംഗ്ഷൻ വന്നു കഴിയുമ്പോൾ കാര്യങ്ങളൊക്കെ അവർക്കറിയാം. ഈ പറഞ്ഞ പോലെ ഒരു സുഖം, കമൻ്റ് ഇടുന്ന പോലത്തെ ഒരു സുഖം ആൾക്കാരുടെ മുമ്പിൽ വെച്ച്. കല്യാണമൊന്നും ആയില്ലേ, കുട്ടികളൊന്നും ആയില്ലേ, ജോലി കിട്ടിയില്ലേ, ബന്ധുക്കളാകുമ്പോൾ എങ്ങനെയും കാര്യങ്ങൾ അറിയാൻ പറ്റും. അതും ആൾക്കാരുടെ മുമ്പിൽ ഫംഗ്ഷനിൽ ഇരിക്കുമ്പോൾ ഒന്ന് ചൊറിയില്ല. ഇങ്ങനെ പറയുന്ന ആൾക്കാരും മറ്റുള്ളവരെക്കാളും കൂടുതൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾ തിരക്കി നടക്കുന്നവരായിരിക്കും.
എന്നിട്ട് ഇതുപോലെ അവസരം കിട്ടാൻ വേണ്ടി കാത്തിരിക്കണം. അവരൊന്ന് ചൊറിയണം, ഒരു സുഖം. ഇത് ഞാൻ നോക്കിയിട്ട് ഫാമിലിയിലായിക്കോട്ടെ നമ്മുടെ ഫ്രണ്ട്സിലായിക്കോട്ടെ ഒരു 100 പേരെടുത്തു കഴിഞ്ഞാൽ 1-2 പേര് ഇതുപോലത്തെ ആൾക്കാരുണ്ടാവും. ഞാൻ പറയുന്നത് ഇതുപോലത്തെ ആൾക്കാർ ഇഗ്നോർ ചെയ്യുക. അവരൊരിക്കലും നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് ആഗ്രഹിക്കുന്നവരായിരിക്കില്ല. നമ്മുടെ തളർച്ച കണ്ട് സന്തോഷിക്കാൻ നിൽക്കുന്നവരായിരിക്കും ഇതുപോലെയൊക്കെ ചൊറിഞ്ഞ് നടക്കുന്ന ആൾക്കാർ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ടുള്ള കൂട്ടുകെട്ട് തന്നെ വേണ്ടെന്ന് നോക്കുക. ഒരു പരിധി കഴിഞ്ഞിട്ട് ഇങ്ങനെ ചൊറിയാൻ വരുവാണെങ്കിൽ ഏറ്റവും നല്ലത് ഞാൻ പറയണത്, ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അവരുടെ ഒരു വീക്കിലൊരു പോയിന്റിൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് ഒരു വർത്തമാനം ഞാനും പറയും. ഇത്തിരി സഹി കിടന്നുകൊണ്ടിട്ട് പറയണേണ്, അപ്പോൾ ആ മുടി പോകും. അപ്പം ഇങ്ങനെയുള്ളവരെ ഇഗ്നോർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു. വീഡിയോ നിങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് പറയണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ.